ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ഡിജിറ്റൽ ലോകം, അതിന് പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന നമ്മളാരും അധികം ശ്രദ്ധിക്കാത്തൊരു ഭയങ്കര ശക്തിയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു വലിയ ലൈബ്രറി സങ്കല്പിച്ചു നോക്കാം. റെഡിയല്ലേ? അല്ല, ശരിക്കും കോടിക്കണക്കിന് പാട്ടുകളിൽ നിന്നോ ആയിരക്കണക്കിന് കോണ്ടാക്റ്റുകളിൽ നിന്നോ നമ്മൾ ചോദിക്കുന്ന ഒരെണ്ണം മാത്രം എങ്ങനെയാണ് കണ്ണിച്ചിമ്മുന്ന വേഗത്തിൽ നമ്മുടെ മുന്നിലെത്തുന്നത്? അതൊരു മാന്ത്രിക വിദ്യയൊന്നുമല്ല. ഒരു മുറിയിൽ വാരി വലിച്ചിട്ട പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് ഒരെണ്ണം തപ്പിയെടുക്കുന്നതുപോലെയല്ല കാര്യങ്ങൾ. അതിന് പിന്നിൽ വളരെ കൃത്യമായൊരു സംവിധാനമുണ്ട്. അതെ, നമ്മുടെ ഈ കഥയിലെ ഹീറോ ഒരു ഡിജിറ്റൽ ലൈബ്രറിയനാണ്. ഈ ഡിജിറ്റൽ ലോകത്തിലെ കോടിക്കണക്കിന് വിവരങ്ങളെല്ലാം ഒരു കുഴപ്പവുമില്ലാതെ ചിട്ടയോടെ സൂക്ഷിക്കുന്ന ഒരാൾ. അപ്പോ ആരാണ് ഈ ഡിജിറ്റൽ ലൈബ്രറിയൻ? ഈ ഡേറ്റയുടെ കുത്തൊഴുക്കിനെ ഇത്ര കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഇദ്ദേഹത്തിന്റെ കയ്യിലെന്താ സൂത്രം? നമുക്ക് നോക്കാം. ടെക്നിക്കലായി പറഞ്ഞാൽ നമ്മുടെ ഈ ലൈബ്രറിയന്റെ പേരാണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെങ്കിൽ DBMS. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന പല സിസ്റ്റങ്ങളുടെയും ഹൃദയം MySQL, Oracle, SQLite പോലുള്ള DBMSകളാണ്. ഒരു DBMSന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ താരതമ്യം മാത്രം മതി. ഒരു ലൈബ്രറിയൻ ഇല്ലാത്ത ലൈബ്രറി ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം താറുമാറായിരിക്കും, അല്ലേ? അതുപോലെയാണ് DBMS ഇല്ലാത്ത ഡേറ്റ. പക്ഷെ ഒരു DBMS വന്നാലോ, എല്ലാം പെർഫെക്റ്റ്, കൃത്യം, സുരക്ഷിതം, പിന്നെ മിന്നൽ വേഗത്തിൽ കാര്യങ്ങൾ നടക്കും. സത്യം പറഞ്ഞാലേ നമ്മുടെ ഈ ലൈബ്രറിയന് കുറച്ച് സൂപ്പർ പവറുകൾ തന്നെയുണ്ട്. ഒരേ ഡാറ്റ വീണ്ടും വീണ്ടും വരുന്നത് തടയും, വിവരങ്ങൾ എപ്പോഴും കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തും, പുറത്തുനിന്നാരും നമ്മുടെ ഡാറ്റ മോഷ്ടിക്കാതെ നോക്കും. എന്തിനേറെ, സിസ്റ്റം വല്ലതും തകരാറിലായാൽ പോലും ഒന്നും നഷ്ടപ്പെടാതെ തിരിച്ചെടുക്കാനും ഇദ്ദേഹത്തിന് കഴിയും. ഇത്രയൊക്കെ കഴിവുകളുള്ള ഈ ലൈബ്രറിയൻ എങ്ങനെയാണ് ഈ പുസ്തകങ്ങളെല്ലാം ഇത്ര കൃത്യമായി അടുക്കിവെക്കുന്നത്? അതിന്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ക്രമീകരണത്തിന്റെ എല്ലാം അടിസ്ഥാനം റിലേഷൻ എന്ന ആശയമാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു ടേബിൾ. ലൈബ്രറിയിലെ ഓരോ ഷെൽഫും ഓരോ ടേബിളാണെന്ന് വിചാരിച്ചാൽ മതി. പരസ്പരം ബന്ധമുള്ള വിവരങ്ങളെല്ലാം ഒന്നിച്ചൊരിടത്ത്. ഇനി ആ ഷെൽഫിലെ ഓരോ പുസ്തകത്തെയും എടുക്കാം. ടെക്നിക്കൽ ഭാഷയിൽ നമ്മളിതിനെ ടപ്പിൾ അല്ലെങ്കിൽ ഒരു റോ എന്ന് പറയും. ഓരോ പുസ്തകവും, അതായത് ഓരോ വരിയും, ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് തരുന്നു. ഓരോ പുസ്തകത്തിനും പേര്, എഴുത്തുകാരൻ, അത് പ്രിന്റ് ചെയ്ത വർഷം, അങ്ങനെ പല വിവരങ്ങൾ കാണുമല്ലോ. ഇതിലെ ഓരോ വിവരത്തെയുമാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഒരു ടേബിളിൽ നോക്കുമ്പോൾ ഇവ ഓരോന്നും ഓരോ കോളമായിട്ടാണ് കാണുക. അപ്പോൾ ഒരു പുസ്തകത്തെപ്പറ്റി നമ്മൾ എത്ര തരം വിവരങ്ങളാണ് സൂക്ഷിക്കുന്നത്? പേര്, എഴുത്തുകാരൻ, വർഷം, വില, അങ്ങനെ 4 വിവരങ്ങൾ. ഈ എണ്ണത്തെ, അതായത് ഒരു ടേബിളിലെ കോളങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അതുപോലെ ആ ലൈബ്രറിയിലെ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടേബിളിൽ ആകെ എത്ര വരികളുണ്ട്, ഈ ആകെ എണ്ണത്തെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ആപ്പുകളിലൊക്കെ ഈ സംഖ്യ ലക്ഷങ്ങളും കോടികളുമായിരിക്കും. അത്രയും അധികം ഡേറ്റയാണ് ഈ സിസ്റ്റം ഒരു കുഴപ്പവുമില്ലാതെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈബ്രറി ഇപ്പോൾ ഭംഗിയായി ഓർഗനൈസ്ഡ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് വേണ്ട ഒരു പുസ്തകം എങ്ങനെ ഈ ലൈബ്രറിയനോട് ചോദിച്ചു വാങ്ങാമെന്ന് നോക്കാം. ഇതാ നോക്കൂ, ലൈബ്രറിയിലെ അംഗങ്ങളുടെ ഒരു ചെറിയ ടേബിൾ. നമ്മുടെ ഉദാഹരണത്തിനുള്ള പുസ്തക ഷെൽഫ് ഇതാണ്. ഓരോ അംഗത്തിൻ്റെയും ID, പേര്, നഗരം, പിന്നെ എപ്പോൾ ചേർന്നുവെല്ല തീയതി, എല്ലാം ഇതിലുണ്ട്. സെലക്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കണ്ടീഷൻ അനുസരിക്കുന്ന പുസ്തകങ്ങൾ, അതായത് വരികൾ മാത്രം എടുത്തു തരാൻ ലൈബ്രറിയനോട് ആവശ്യപ്പെടുന്നത് പോലെയാണ്. ഇവിടെ നമ്മൾ ന്യൂയോർക്കിൽ നിന്നുള്ളവരെ മാത്രം മതി എന്ന് പറയുന്നു. അപ്പോൾ ആ വരികൾ മാത്രം നമുക്ക് കിട്ടുന്നു. ഇനി പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട വിവരങ്ങൾ, അതായത് കോളങ്ങൾ മാത്രം കാണിച്ചാൽ മതിയെന്ന് പറയുന്നത് പോലെയാണ്. ബാക്കിയുള്ളതൊന്നും കാണണ്ട. ഇവിടെ നമ്മൾ പേരും അവർ ചേർന്ന തീയതിയും മാത്രം ചോദിച്ചു വാങ്ങുന്നു. സിമ്പിൾ. ഒരു നല്ല ലൈബ്രറി പലതരം ആളുകൾക്ക് വേണ്ടിയുള്ളതാണല്ലോ. അതുപോലെ നമ്മുടെ ഈ ഡിജിറ്റൽ ലൈബ്രറിയനുമായി സംസാരിക്കുന്ന 4 പ്രധാന തരം ഉപയോക്താക്കളുണ്ട്. അവരാരാണെന്ന് നോക്കാം. ഇതിന് പിന്നിൽ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടെന്ന് പോലും അറിയാതെ ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മുതൽ ഈ സിസ്റ്റം ഉണ്ടാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ടെക്നിക്കൽ വിദഗ്ധർ വരെ ഇതിന്റെ ഭാഗമാണ്. ഇതിന്റെയെല്ലാം തലപ്പത്ത് DBA അഥവാ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഹെഡ് ലൈബ്രറിയൻ. ഈ മുഴുവൻ സിസ്റ്റവും ഒരു കുഴപ്പവുമില്ലാതെ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഈ ടെക്നോളജിയുടെയൊക്കെ പിന്നിലുണ്ടല്ലോ ഒരു മാജിക് ഉണ്ട്. ശരിക്കും
അതായത് ഭയങ്കര കോംപ്ലക്സ് ആയ കാര്യങ്ങൾ വളരെ സിമ്പിളായി നമ്മുടെ മുന്നിലെത്തിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു രഹസ്യമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് ഡേറ്റാബേസ് ആബ്സ്ട്രാക്ഷൻ, എന്താണ് ഇൻഡിപെൻഡൻസ്? അപ്പോൾ നമുക്കൊരു ചോദ്യത്തോടെ തന്നെ തുടങ്ങിയാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഈ വലിയ വലിയ ടെക്നോളജികളൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടിയുമില്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഇത്ര കൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്ന്? അതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും സിമ്പിളാണ്. ഒരു കാർ ഓടിക്കാൻ നമ്മൾ ആരും ഒരു മെക്കാനിക് ആകേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെയും. ഈ ഒരു കാറിന്റെ ഉദാഹരണം മനസ്സ് വെച്ചോളൂ, കാരണം നമ്മൾ ഇതിലേക്ക് ഇടയ്ക്കിടെ തിരിച്ചുവരും. ശരി, അപ്പൊ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കാം. ഒരു ഡേറ്റാബേസിനെ എങ്ങനെയാണ് നമ്മൾ ഒരു കാർ ഓടിക്കുന്നത് പോലെ ഇത്ര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്? അതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. ഈയൊരു ഐഡിയയാണ് നമ്മൾ ഡേറ്റ ആബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സംഭവം സിമ്പിളാ. അതായത് ആ സങ്കീർണമായ എഞ്ചിനീയറിംഗ് മുഴുവൻ കാറിന്റെ ബോണറ്റിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് നമുക്ക് ഓടിക്കാൻ വേണ്ട സ്റ്റിയറിംഗ് വീൽ മാത്രം മുന്നോട്ട് തരുന്ന പോലെ. ഇത് തന്നെയാണ് ടെക്നോളജി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റുന്നതും. അപ്പോ ഈ മറച്ചുവെക്കൽ അഥവാ ഹൈഡിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഇതിന് ഒരു 3 പ്രധാനപ്പെട്ട ലെവലുകളുണ്ട്. നമുക്ക് ആ ലെയറുകൾ ഓരോന്നായിട്ടൊന്ന് പൊളിച്ചു നോക്കാം. നോക്കൂ, ഏറ്റവും മുകളിൽ നമ്മളെപ്പോലുള്ള യൂസേഴ്സ് കാണുന്ന വ്യൂ ലെവൽ. അതിന്റെ തൊട്ടുതാഴെ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നവരുടെ ലോജിക്കൽ ലെവൽ. പിന്നെ ഏറ്റവും അടിത്തട്ടിൽ എഞ്ചിനീയർമാർ മാത്രം കൈകാര്യം ചെയ്യുന്ന ഫിസിക്കൽ ലെവൽ. നമ്മളിപ്പോൾ മുകളിൽ നിന്ന് താഴേക്കാണ് പോകാൻ പോകുന്നത്. റെഡിയിലല്ലേ? ഓക്കെ, ആദ്യം തന്നെ വ്യൂ ലെവൽ. നമ്മളൊരു മൊബൈൽ ആപ്പ് തുറക്കുമ്പോൾ ഒരു സ്ക്രീൻ കാണില്ലേ? അത് തന്നെ, അതാണ് വ്യൂ ലെവൽ. ആ വലിയ സിസ്റ്റത്തിന്റെ നമുക്ക് ആ നിമിഷം ആവശ്യമുള്ളൊരു കുഞ്ഞു ഭാഗം മാത്രം. നമ്മുടെ കാറിന്റെ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വേണ്ടാൽ ഇതാണ് സ്റ്റിയറിംഗ് വീൽ, പെഡലുകൾ, ഡാഷ്ബോർഡൊക്കെ. ശരിയല്ലേ? ഒരു കാർ ഓടിക്കാൻ നമുക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞാലോ? ഒരു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് എടുക്കൂ. ഒരു സ്റ്റുഡന്റ് ലോഗിൻ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഗ്രേഡ്സ് മാത്രം കാണാം. പക്ഷേ ടീച്ചർമാരുടെ സാലറി ഡീറ്റെയിൽസോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ മാർക്കോ കാണാൻ പറ്റുമോ? ഇല്ല. ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ട വ്യൂ മാത്രം. സംഭവം സിമ്പിൾ. ശരി, ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് താഴോട്ട് പോകാം, ലോജിക്കൽ ലെവലിലേക്ക്. ഇതിനെ നമുക്ക് ഡേറ്റാബേസിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്നൊക്കെ പറയാം. അതായത് എന്ത് ഡേറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ആ ഡേറ്റയൊക്കെ തമ്മിൽ എന്ത് ബന്ധം വേണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ ലെവലിലാണ്. നമ്മുടെ കാറിന്റെ എക്സാമ്പിളാണെങ്കിൽ ഇതാ മെക്കാനിക്കിന്റെ കയ്യിലുള്ള ബ്ലൂ പ്രിന്റില്ലേ, അത് തന്നെയാണ്. എൻജിൻ എങ്ങനെയാണ് ഗിയർ ബോക്സുമായി കണക്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ, അതെല്ലാം ഇതിലുണ്ടാകും. ഡേറ്റാബേസിന്റെ ലോകത്തേക്ക് വന്നാൽ ഇത് ഡെവലപ്പർമാരുടെ പ്ലേഗ്രൗണ്ടാണ്. അവരാണിവിടെ കേബിൾസ് ഉണ്ടാക്കുന്നത്, ഏത് ഡേറ്റ എങ്ങോട്ട് പോകണമെന്നുള്ള നിയമങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഏറ്റവും താഴത്തെ ലെവലിലേക്ക്, ഫിസിക്കൽ ലെവൽ. ഇവിടെയാണ് ഡേറ്റ ശരിക്കും ജീവിക്കുന്നതെന്ന് പറയാം. അതായത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിൽ ഈ ഡേറ്റയൊക്കെ എങ്ങനെയാണ് ഫയലുകളായി, ഫോൾഡറുകളായി കിടക്കുന്നത് എന്ന് തീരുമാനിക്കുന്ന സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഏറ്റവും കോംപ്ലക്സ് ആയ ഭാഗം. കാറിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇതതിന്റെ പ്യുവർ എഞ്ചിനീയറിംഗ് ആണ്. ആ എഞ്ചിന്റെ ഉള്ളിലെ പിസ്റ്റൺ എങ്ങനെയാണ് ഫയർ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഫിസിക്സ്. സാധാരണ ഒരു ഡ്രൈവർക്ക് ഇതൊന്നും അറിയേണ്ട ഒരു ആവശ്യമില്ലല്ലേ? അതുപോലെ ഡേറ്റാബേസിന്റെ കാര്യത്തിൽ ഫയൽസ്, ഇൻഡെക്സ്, പിന്നെ B+ ട്രീസ് എന്നൊക്കെ പറയുന്ന കോംപ്ലെക്സ് സംഭവങ്ങളൊക്കെ വരുന്നത് ഈ ലെവലിലാണ്. ഇതിനെപ്പറ്റി സിമ്പിളായി പറഞ്ഞാൽ, ഒരു വലിയ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു കാറ്റലോഗ് സിസ്റ്റമില്ലേ, അതുപോലെയാണിത്. ഡേറ്റയുടെ സ്പീഡ് ഉറപ്പാക്കുന്ന എഞ്ചിൻ റൂമാണ് സത്യത്തിലിത്. അപ്പോ നിങ്ങൾക്കൊരു സംശയം വരാം, എന്തിനാണ് ഇങ്ങനെ 3 ലെവലായിട്ട് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്? അതിന്റെ കാരണം, ഇതിൽ നിന്നാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഒരു പവർ വരുന്നത്. നമ്മളതിനെ ഡാറ്റ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഡാറ്റയുടെ സ്വാതന്ത്ര്യം എന്ന് പറയും. സിമ്പിളായി പറഞ്ഞാൽ, ഒരു ലെവലിന് നമ്മളൊരു മാറ്റം വരുത്തിയാൽ അത് മറ്റ് ലെവലുകളെ ബാധിക്കാൻ പാടില്ല. അത്രയുള്ളൂ. ഉദാഹരണത്തിന്, കാറിന്റെ ടയർ മാറ്റുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് വീൽ മാറ്റേണ്ടി വരുമോ? ഇല്ലല്ലോ. അതേ സംഭവം തന്നെ. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രധാനമായും 2 തരത്തിലുണ്ട്. നമുക്ക് നോക്കാം അതേതൊക്കെയാണെന്ന്. ഒന്നാമത്തേത് ഫിസിക്കൽ ഇൻഡിപെൻഡൻസ്. ഇത് ശരിക്കും നമ്മുടെ കാറിന്റെ എഞ്ചിൻ മാറ്റുന്നത് പോലെയാണ്. നമ്മൾ ഉള്ളില് പുതിയ കുറച്ചുകൂടി പവർഫുള്ളായ ഒരു എഞ്ചിൻ വെച്ചാലും ഡ്രൈവർക്ക് സ്റ്റിയറിംഗ് വീല് പഴയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും, അല്ലേ? അതുപോലെ ഡാറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് മാറ്റിയാലും നമ്മുടെ ആപ്പുകൾക്ക് ഒരു കുഴപ്പവും വരില്ല. ഇനി രണ്ടാമത്തേത് ലോജിക്കൽ ഇൻഡിപെൻഡൻസ്. ഇവിടെ ഡെവലപ്പർമാര് ഡാറ്റാബേസിൽ ഒരു പുതിയ കോളം ആഡ് ചെയ്താലും
നമ്മൾ ഈ യൂസേഴ്സ് കാണുന്ന ആപ്പ് സ്ക്രീനിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ആവശ്യമുള്ളവർക്ക് മാത്രം ആ പുതിയ ഡേറ്റ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ അബ്സ്ട്രാക്ഷൻ കണ്ടു, അതിന്റെ 3 ലെവലുകൾ കണ്ടു, ഇൻഡിപെൻഡൻസും കണ്ടു. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ശരിക്കും എന്താണ് കാര്യം? എന്താണ് ഇതിന്റെ ഒരു റിയൽ ലൈഫ് ബെനിഫിറ്റ്? ഇതിന്റെ പ്രാധാന്യം നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. ഈ ഐഡിയാസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് സോഫ്റ്റ്വെയർ ലോകം ഇത്രയും വേഗത്തിൽ മുന്നോട്ടു പോകുന്നത്. കാരണം ഡെവലപ്പർമാർക്ക് പഴയ സിസ്റ്റം മൊത്തത്തിൽ പൊളിച്ചു പണിയാതെ തന്നെ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ പറ്റുന്നു. ചുരുക്കി പറഞ്ഞാൽ, ടെക്നോളജിയുടെ ഈ കോംപ്ലക്സായ ലോകത്തെ നമുക്കെല്ലാവർക്കും വേണ്ടി സിമ്പിളും പവർഫുള്ളും സൗകര്യപ്രദവുമാക്കി മാറ്റുന്നത് ഈ തത്വങ്ങളാണ്.